ഇക്രിമ റളിയല്ലാഹു അൻഹു മുസ്തഫായ നബി തങ്ങളെ സഹാബിയാണ്. പൊന്നാര നബി തങ്ങളെ അരുമശിഷ്യനാണ്. പൊന്നാര നബി തങ്ങളെ സന്തത സഹചാരിയാണ്. അവിടത്തെ ഇഷ്ടതോഴനാണ്, എല്ലാമാണ്. അതിനേക്കാളുപരി അബൂജഹലിന്റെ മോനാണ്. അബൂജഹലാരാ? ലാനത്തുല്ലാഹി അലൈഹി. അവൻ അല്ലാഹു ശപിക്കട്ടെ, അവന്റെ മേൽ അല്ലാഹു ശാപം ചൊരിയട്ടെ. എന്നപ്പോൾ നമ്മൾ ശാപം വെക്കുന്നുള്ള ഇസ്ലാമിന്റെ ഒന്നാമത്തെ ശത്രുവാണെന്ന് പറയപ്പെട്ട ലികുല്ലി ഉമ്മത്തിൻ ഫിർഔൻ വ ഫിർഔന ഹാദിൽ ഉമ്മത്തി അബൂജഹൽ. ഈ സമുദായത്തിന്റെ ഫിർഔനാണ്, മഹാനാശകാരിയാണ്, മഹാനാശകാരിയാണ്. അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ലോണം വേദനിപ്പിച്ച അബൂജഹൽ, പച്ച കാഫറായി മരണപ്പെട്ടിട്ടുള്ള അബൂജഹൽ, പടച്ച തമ്പുരാന് ശാപം ചൊരിഞ്ഞിട്ടുള്ള അബൂജഹൽ. ആ അബൂജഹലിന്റെ മകനാണ് സഹാബിയായ ഇക്രിമ റളിയല്ലാഹു അൻഹു. അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോ സാധാരണ നമ്മൾ പറയലുണ്ടല്ലോ ലാനത്തുല്ലാഹി അലൈഹി എന്ന്, അല്ലേ? അവനെ ആക്ഷേപിച്ചിട്ടാണല്ലോ പറയല്. പൊന്നാര നബി തങ്ങളെ വേദനിപ്പിച്ചവനാണ്. ചീഞ്ഞളിഞ്ഞ പുഴുവരിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന നാറ്റം അടിച്ചു വീശുന്ന എപ്പോഴോ ചത്തിട്ടവിടെ വീണതായ വട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരത്തിന്റെ സുജൂദില് കിടക്കുമ്പോ ആ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന വട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് പൊന്നാര നബി തങ്ങളെ കുഞ്ചിയിലേക്ക് ഇട്ടുകൊടുത്തവനാണ്. അതേ അബൂജഹൽ. പൊന്നാര നബി തങ്ങളെ കൊല്ലാന് വേണ്ടി വീട് വളഞ്ഞവനാണ്, വളഞ്ഞവർക്ക് നേതൃത്വം കൊടുത്തവനാണ്. അല്ലേ? എല്ലാം കൊണ്ടും ആക്ഷേപർഹൻ, എല്ലാം കൊണ്ടും ആക്ഷേപിക്കപ്പെട്ടവൻ, എല്ലാം കൊണ്ടും ആക്ഷേപിക്കപ്പെട്ടവൻ, എല്ലാം കൊണ്ടും ആക്ഷേപിക്കപ്പെട്ടവൻ. എന്നാൽ അവന്റെ മകനാണ് മഹാനരിൽ മഹാനരായ ഇക്രിമ റളിയല്ലാഹു അൻഹു. ഇക്രിമ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഒന്നിച്ചിരിക്കുമ്പോ കേൾക്കണം, ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഒന്നിച്ചിരിക്കുമ്പോ ഇക്രിമ റളിയല്ലാഹു അൻഹു വരികയാണെങ്കിൽ, ഇക്രിമ റളിയല്ലാഹു അൻഹു നടന്നു വരികയാണെങ്കിൽ, ഇക്രിമ റളിയല്ലാഹു അൻഹു അതിലൂടെ വരുന്നത് നബി തങ്ങളെ കണ്ടാൽ സഹാബികളോട് നബി തങ്ങൾ പറയണെന്തറിയോ? ഇക്രിമ റളിയല്ലാഹു അൻഹു വരുന്നത് കാണുമ്പോ സഹാബികളെ വിളിച്ചിട്ട് നബി തങ്ങൾ പറയുന്നത് എന്തറിയോ? ഇക്രിമ പണ്ടത് കാണുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബികളൊട്ടാ ചൊല്ലതെന്തുകൊണ്ടുണ്ടാ സഹാബികളെ ഇക്രിമ വരുന്നുണ്ട്, എന്നയാളെ വാപ്പാനെ പറ്റി ഇവിടെ ഒന്നും മിണ്ടണ്ട, അബൂജഹലിനെ പറ്റി ഒന്നും പറയണ്ട, ലാനത്തുല്ലാഹി അലൈഹി ചൊല്ലണ്ട. കാരണമെന്തറിയോ? കാരണമെന്ത്? അവനെല്ലാം കൊണ്ട് ലാനത്ത് ചൊരിയപ്പെടേണ്ടവനാണ്, ആക്ഷേപിക്കപ്പെടേണ്ടവനാണ്, അവന് നല്ലോണം പറയപ്പെടേണ്ടവനാണ്. പക്ഷേ എന്നാലും ഇക്രിമാന്റെ ബാപ്പല്ലേ, സ്വന്തം ബാപ്പാനെ പറ്റി അടിക്കടിക്ക് അങ്ങനെ പറയുമ്പോ ഒരു നല്ല മോന്റെ മനസ്സ് വേദനിക്കില്ലേ? ഓട്ടോമാറ്റിക് അയാളും പറയും, അയാളും ലാനത്തുല്ലാഹി അലൈഹി പറയലുണ്ട്. എന്നാലും ബാപ്പാന്റെ മോനല്ലേ, വല്ലപ്പോഴും മനസ്സ് നൊന്തുപോയാലോ, മനസ്സ് ബേജാറായാലോ, അതുകൊണ്ട് ഈ ഇക്രിമ എന്ന മോനെ പരിഗണിച്ചിട്ട് അയാൾ വന്നിട്ട് ഇവിടെ നിന്ന് പോകുന്നത് വരെ അയാളെ മുമ്പിൽ വെച്ച് അബൂജഹലിനെ പറ്റി ഒന്നും പറയണ്ട. കാഫിറായ ബാപ്പാനെ പറ്റി മോന്റെ മുമ്പിൽ ഒന്നും മിണ്ടണ്ട, മോന്റെ മനസ്സ് വേദനിക്കും.
എന്ന് യഥാർത്ഥ കഫറായ ബാപ്പാനെ കുറിച്ച് മോന്റെ മുമ്പിലുള്ള സ്വീകരിക്കേണ്ട നിലപാട് പൊന്നാര നബി തങ്ങൾ ലോകത്തോട് പറഞ്ഞെങ്കിൽ ആ നബി തങ്ങളെ ബാപ്പാനെ പറ്റി കഫറാണ്, ഉമ്മ കഫറാണ് എന്നിങ്ങനെ അടിക്കടി പറയുമ്പോ ഈ ലോകം കണ്ട ഏറ്റവും നല്ല മകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സെത്ര വേദനിക്കും മുസ്ലിമേ. പാടില്ല, പറയല്ല. ഇരിക്കട്ടെ, നമ്മൾ ആ ഭാഗം അവിടെ വെക്കട്ടെ, അതവിടെ മാറ്റി വെക്കട്ടെ. എന്നാലും ചോദിക്കുന്നു, പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ പരിപാവനമായ ദിനരാത്രികൾ കടന്നു പോവുകയാണ്. എത്ര വീടുകളിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കപ്പെട്ടോ, എത്ര വീടുകളിൽ മാലമൗലിദുകളുടെ ഈരടികൾ പാടപ്പെട്ടോ. അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലല്ലാനാമി ബിദിക്രി മൗലിദി അഹ്മദി മൗലായ على حبيبك خير الخلق كلهم جاءت لي مولده الشريف بشائر وخوارق العادات ليلة مولدي مولاي صل وسلم دائما أبدا على حبيبك خير. എത്ര വീടുകളിലാണ് ഓതിയിട്ടുള്ളത്, എത്ര വീടുകളിലാ? പള്ളിയിൽ മൗലിദിനിരിക്കുന്ന കൂട്ടുകാരെത്രയാ? ചോദിക്കട്ടെ, യൂത്ത് വിങ്കുകാരാ, ബാല്യക്കാരാ, ചോദിക്കട്ടെ, മൗലിദിന്റെ സദസ്സിൽ നിന്നെ കണ്ടില്ലല്ലോ. ഇല്ല, ചെറുക്കനെ കണ്ടിട്ടാ. അപ്പൊ പറഞ്ഞെന്താ പറയാ, നന്റെ അബ്ബ ജയിച്ചിരല്ലേ, അബ്ബ യൂത്ത് വിങ്ക് അല്ല, അബ്ബ മൂത്ത വിങ്ക്. അയാൾ ദയിക്കോണേ, അയാൾക്ക് ഇനി ടൈമില്ല ദയിക്കോ, നീ ദയിക്കോണോ അവിടെ? അബ്ബ ദയിച്ചിരല്ലേ, അബ്ബ തന്നിരല്ലേ, അബ്ബ മേങ്ങിരല്ലേ, അബ്ബ ഉച്ചക്ക് ബയിച്ചിരല്ലേ, നോക്ക നീ പട്ടിന് എരിയൂല. അല്ല, അയാളാക്കിയല്ലേ, അയാളുണ്ടല്ലേ ബാങ്ക് ബാലൻസ് മയ്യാവല്ലേ, നിന്റെ വേറെ കൂടെ അയാൾ പെണ്ണ് കെട്ടിയല്ലോ, ഉമ്മുണ്ടല്ലോ, നീ എതുക്ക് വേറെ കെട്ടിയ? എല്ലാം അബ്ബാക്കിയല്ലേ, അബ്ബാക്കിയല്ലേ. അയാളാക്കണം, അയാൾ ടൈമായി, അയാളാക്കിയാൽ വല്ല അത്ഭുതമൊന്നുമില്ല. അയാൾ ഇനിയും ആക്കിയില്ലെങ്കിൽ പിന്നെ അയാൾക്ക് ഇപ്പൊ നേരം വെളുക്കറോ? വയസ്സായിട്ട് ഇനിയും നേരം വെളുക്കുന്നില്ലെങ്കിൽ ഇനി എപ്പോ നേരം വെളുക്കണ്ടേ? അതൊരു വിശേഷത്തെയല്ല, അതൊരു വലിയ കാര്യമല്ല. അയാൾ നേരെ ആയില്ലെങ്കിലാണ് അത്ഭുതം. വയസ്സായിട്ടും കൂടി നേരം വെളുത്തിട്ടില്ല, പഴയപടി ബട്ടിക്ക് കൊടുക്കുന്ന സ്വഭാവമാണെങ്കിൽ, വയസ്സായിട്ടിപ്പോഴും സിംഗിൾ നമ്പർ എടുക്കുന്ന സ്വഭാവമാണെങ്കിൽ, വയസ്സായിട്ടിപ്പോഴും ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് പെണ്ണിനെ നോക്കി ലൈൻ അടിക്കുന്ന സമ്പ്രദായമാണെങ്കിൽ, പൊന്നു വയസ്സന്മാര്, നിങ്ങൾക്കിനി കുറെ വേല പറഞ്ഞിട്ട് കാര്യമില്ല. അവരോടല്ല കാര്യം, അവർ നല്ലവരാണ്. വയസ്സന്മാർ മിക്കവാറും നേരിന്റെ വഴി സ്വീകരിച്ചവരാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, നല്ലവരായ സദാ നേരവും അല്ലാഹുവിന് റുക്കൂ ചെയ്യുന്നവരായ, കാലങ്ങളേറെയായി റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നവരായ ആ വയസ്സന്മാരുള്ളത് കൊണ്ടാണ് ഈ ലോകം തന്നെ അല്ലാഹു കാത്തിട്ടുള്ളത്, ബാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാണുമ്പോ, നമ്മളെ മോശത്തരങ്ങൾ കാണുമ്പോ, നമ്മൾ ചെയ്യുന്ന ബടക്കത്തരങ്ങൾ കാണുമ്പോ, പടച്ച റബ്ബ് എപ്പോഴേ ഞങ്ങളെ പിടിക്കേണ്ടതല്ലേ? അല്ലേ? ആ പണ്ടുള്ള മനുഷ്യന്മാർ ഏതോ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ സമുദായത്തെ മൊത്തം അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. നൂഹ് നബിന്റെ സമുദായത്തെ, ലൂത്ത് നബിന്റെ സമുദായത്തെ, അങ്ങനെ പലരെയും വേല് ടൈമായ എല്ലാം പോകാൻ തുടങ്ങിയല്ലേ? ആയല്ലേ? ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. ആരും പോകരുത്. ഇൽമിന്റെ മജ്ലിസാണ്, ദീനിന്റെ മജ്ലിസാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് ദുആ ഇരുന്നിട്ട് പോകാം. നമ്മളെ പേടിപ്പെടുത്തുന്ന പല കാഴ്ചകളും, നമ്മുടെ മനസ്സ് വേദനിപ്പിക്കുന്ന പല കാഴ്ചകളും, നമുക്ക് ധൈര്യം ചോർന്നു പോകുന്ന പല കാഴ്ചകളും പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന കാണുമ്പോ നമുക്ക് ഏക ആശ പ്രാർത്ഥന മാത്രമാണ്, ദുആ മാത്രമാണ്. ദുആ വലുത്, അല്ലാണ്ട് ഡിസംബർ 6 റോഡ് സൈഡിൽ ടയർ കത്തിക്കുന്നതല്ല വലുത്. ദുആ വലുത്.
അത് വേണം മുന്നേ, അത് വേണോ? സ്വബഹി നിസ്കരിച്ചിട്ട് നല്ലവണ്ണം ദ്വാരക്ക്, അത് മുന്നേ വേണം. പേടിപ്പെടുത്തുന്ന കാഴ്ചകൾ കാണുമ്പോ സമുദായം ഒന്നിച്ച് അവിടെ നിന്ന് അല്ലാഹുവിനോട് ദ്വാരക്ക്. എത്ര കാര്യങ്ങൾക്ക് അല്ലാഹു പരിഹാരം ചെയ്തിട്ടുണ്ട്, എത്ര കാര്യങ്ങൾക്ക് റബ്ബിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. ഇരിക്കട്ടെ, എൻ്റെ വിഷയമതല്ല, എൻ്റെ വിഷയമതല്ല, എൻ്റെ വിഷയമതല്ല, എൻ്റെ വിഷയമതല്ല. ചെറിയ ചെറിയ ഒരു സിംഗിളായ തെറ്റ്, ചെറിയ തെറ്റല്ല, ഗുരുതരമായ തെറ്റ് തന്നെ, ഗുരുതരമായ തെറ്റ് തന്നെ. അത് സംഭവിച്ചതിന്റെ പേരില് ഒരു സമുദായത്തെ മുഴുവനും പണ്ട് കാലത്ത് അല്ലാഹു നശിപ്പിച്ചുവെങ്കിൽ സവർഗരതിയുടെ പേരില്, സവർഗരതിയുടെ പേരില് ലൂത്ത് നബിന്റെ സമുദായത്തെ അല്ലാഹു മുച്ചൂട നിർണാമാക്കിയപ്പോ ലൂത്ത് നബിന്റെ സമുദായത്തെ ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ, പടച്ചോനെ ഞാൻ എൻ്റെ സമുദായത്തെ രാപ്പകലില്ലാതെ നിന്റെ ദീനിലേക്ക് ക്ഷണിക്കുകയാണ്, വഅദ് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രസംഗിച്ചു കൊടുക്കുകയാണ്, തൗഹീദിലേക്ക് വിളിക്കുകയാണ്. ഇല്ല റബ്ബേ, ആരും ചെവി കൊള്ളുന്നില്ല. അതുകൊണ്ട് റബ്ബേ വലം യുഫിദുഹും ഒരു ഉപകാരം ഇവിടെ കിട്ടുന്നില്ല തമ്പുരാന്. അതുകൊണ്ട് നാഥാ, അവരെ നീ ഇനി ദുനിയാവിലെ ബാക്കി വെക്കണ്ട, നശിപ്പിച്ച് കളാ. മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന കാരണമായി പടച്ച റബ്ബ് സമുദായത്തെ നശിപ്പിച്ച് കളഞ്ഞു, ഇല്ലാണ്ടാക്കി കളഞ്ഞു. അങ്ങനെ പലര്. എന്നാ ഇന്നും ഇല്ലേ അങ്ങനത്തെ തെറ്റ് ചെയ്യുന്നോറ്? ഇല്ലേ? ഈ പറയപ്പെട്ട തെറ്റുകൾ ചെയ്യുന്ന ജനങ്ങൾ ഇന്നുമില്ലേ? എന്നിട്ടെന്തേ പണ്ടത്തെ സമുദായത്തെ മുച്ചൂടം നിർണാമാക്കിയ പോലെ, നശിപ്പിച്ച പോലെ, സർവനാശാക്കിയ പോലെ, സത്യനാശാക്കിയ പോലെ എന്തേ ഇന്നത്തെ ജനങ്ങളെല്ലാം അങ്ങനെ നശിപ്പിച്ചില്ല? പണ്ടുള്ള സമുദായം നശിപ്പിക്കപ്പെടാൻ ഏതൊരു തെറ്റാണോ കാരണമായത്, ഏതൊരു ദൈവകോപമാണോ കാരണമാക്കപ്പെട്ടത്, അത് ഇന്നും ഈ സമുദായത്തിന്റെ ഇടയിൽ പലരും ചെയ്യലുണ്ട്. എന്നിട്ട് എന്തേ നമ്മളൊന്നും ചെയ്യപ്പെടാതെ ബാക്കിയായി, ശിക്ഷിക്കപ്പെടാതെ ബാക്കിയായി? എന്തേ പടച്ചവന്റെ ബാറ്ററി ലോ ആയാ? അല്ല, പടച്ചവന്റെ കഴിവ് കുറഞ്ഞോ? പടച്ച റബ്ബിന്റെ കഴിവ്, അവന്റെ ശക്തി അത് ലോ ആയോ? അത് കുറഞ്ഞു പോയോ? എന്തേ പടച്ച റബ്ബ് ശിക്ഷിച്ചില്ല? ആ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്തറിയോ? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അത് പൂർവകാലത്തുള്ള ജനങ്ങള് ഏതോ അരുതായ്മകൾ ചെയ്തതിന്റെ പേരില് ആ സമുദായത്തെ മുച്ചോടം അല്ലാഹു നശിപ്പിച്ചുവെങ്കിൽ അത്തരത്തിലുള്ള പാപങ്ങളും കൃത്യങ്ങളും കുറ്റകരമായ, ദോഷകരമായ, മോശകരമായ പല കാര്യങ്ങളും ഇന്നത്തെ ആധുനിക സമുദായം ചെയ്യുന്നവരായിട്ട് പോലും പടച്ച റബ്ബന്റെ ശിക്ഷിക്കാതിരിക്കുന്നത്. തീരെ ശിക്ഷിക്കുന്നില്ല എന്നല്ല, അന്നുള്ള ജനങ്ങളെ സർവനാശാക്കിയ പോലെ എന്തേ ഇന്നുള്ള ജനങ്ങളെ സർവനാശാക്കാതെ? പടച്ച റബ്ബിന്റെ കഴിവ് കുറഞ്ഞതാണോ? അല്ലേ? അല്ല. പിന്നെയാ പുണ്യനബിയുടെ, മുത്തുനബി തങ്ങളുടെ സാന്നിധ്യമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും മുസ്തഗ്ഫിറൂൻ. സൂറത്തുൽ അൻഫാൽ. അതേ നബിയേ, നിങ്ങൾ ഈ സമുദായത്തെ നയിക്കുന്നത് കൊണ്ട്, ആഖിർ സമാനിന്റെ ഉമ്മത്തിന്റെ നേതാവ് നിങ്ങളായതുകൊണ്ട്, ഈ സമുദായത്തിൽ നിങ്ങളുള്ളത് കൊണ്ട്, അതേ ഈ സമുദായത്തെ പണ്ടുള്ള ജനങ്ങളെ മുച്ചൂടം നശിപ്പിച്ചതുപോലെ, സർവനാശാക്കിയതുപോലെ ഞാനങ്ങനെ ചെയ്യില്ല, ഒന്നടങ്കം നശിപ്പിക്കില്ല. അതിന് കാരണം നബിയേ നിങ്ങളാണ്. നിങ്ങളെ ബഹുമാനിച്ചിട്ട് എനിക്കിവരെ മുഴുവനും നശിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല, എനിക്കിവരെ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല, നിങ്ങളെ സാന്നിധ്യമായതുകൊണ്ട്, നിങ്ങളെ ഉമ്മത്തീങ്ങളായതുകൊണ്ട്, പന്നാര നബിയെ ലോകത്തിന് കാരുണ്യമായ റഹ്മത്തായി നിങ്ങളെ പറഞ്ഞേക്കപ്പെട്ടതുകൊണ്ട് ഞാൻ ഈ സമുദായത്തെ തെറ്റ് ചെയ്യുന്നവരായിട്ട് പോലും അവരെ ഞാൻ ബാക്കി വെച്ചു.
വേണ്ടതുപോലെ വേണ്ട രൂപത്തില് വേണ്ടപ്പെട്ടവർക്ക് വേണ്ട ക്രമത്തില് വേണ്ടവോളം ഞാൻ പരലോകത്ത് കൊടുത്തോളാം. ഇവിടെ ഞാൻ അവരെ ശിക്ഷിക്കില്ല. അതിന്റെ കാരണം നബിയേ വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നിങ്ങളാണ് നബിയേ. ഒന്ന്, നബി തങ്ങളുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് ഞമ്മ രക്ഷപ്പെട്ട്, നബി തങ്ങളെ ഉമ്മത്തായതുകൊണ്ട് ഈ ലോകം രക്ഷപ്പെട്ട്, നമ്മൾ രക്ഷപ്പെട്ട്. ആ നബിയെ എത്ര കണ്ട് സ്നേഹിക്കണം, എത്ര കണ്ട് സലാത്ത് ചൊല്ലണം. ഒന്ന്. പിന്നെ ഈ ലോകത്തെ അല്ലാഹു പല നിലക്കും ഇനിയിപ്പോ എല്ലാം നശിപ്പിക്കലാന്നാണല്ലോ പറഞ്ഞ നബി ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു നാട്ടുകാരെ ഏതെങ്കിലും ഒരു കൂട്ടുകാരെ നശിപ്പിക്കലാന്നല്ല പറഞ്ഞിട്ടില്ല. എന്റെ നാട്ടുകാരെ പോലും അല്ലാഹു ശിക്ഷിച്ചില്ല. പല ഭാഗത്തും പല നാട്ടുകാരെയും അല്ലാഹു കൊണ്ടുപോയില്ലേ. സുനാമി കൊണ്ടുവന്നിട്ട് കാറ്റ്, എന്ത് കാറ്റിന്റെ പേരെന്തിന്റെ, കത്രീന, ഹവ, കാറ്റിന്റെ പേര് അല്ലേ അല്ലേ. മുന്നേ കുറെ ആൾ കാറ്റിന്റെ കത്രീനായിട്ട് പാട്ട് പാടിക്കൊണ്ടായിരുന്നു. ആ DJ തുള്ളിക്കൊണ്ടായി, ബ്രേക്ക് ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ് അല്ലേ. കത്രീന ഒരു ഫിലിം ആക്ടറിന്റെ പേരാണത്. ഞാൻ അവളെ പറഞ്ഞതല്ല. എന്നാൽ ആ പേര് കേൾക്കുമ്പോൾ ഹരം കൊള്ളുന്ന എത്ര ജനങ്ങളായിരുന്നു. ആ പേര് കേട്ടിട്ട് ഹരം കൊണ്ടിരുന്ന പലരും പിന്നീട് ഒരു പടിഞ്ഞാറൻ കാറ്റടിച്ച് വീശിയപ്പോ ഹരം കൊണ്ടവർ ആകെ വിറച്ചുപോയി. ആ കാറ്റിന്റെ പേരാണ് കത്രീന. ഹവാ 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 ഏ ഹവാ, എന്താ പാട്ടുണ്ടല്ലോ. എവിടുന്നോ ഒരു ബസ്സിന് പോകുമ്പോ ഇങ്ങനെ കേട്ട ഒരു രാഗം പോലെ. അല്ലാണ്ട് നമ്മ എവിടെയും ഫിലിം കാണാൻ വേണ്ടി തിയേറ്ററിൽ കയറിയിട്ടൊന്നുമില്ല, നമുക്കതിന് നേരമില്ല. എന്നാൽ ആ ഹവാ ഹവാ പാട്ടിയവർ പയ്യ ഹവാ എന്ന കാറ്റടിച്ച് വീശുമ്പോ ഹവാ ഹവാ. പനി വന്നോ പനിയല്ലേ എന്നും പറഞ്ഞിട്ട് അതിനങ്ങൾ ചെറുതാക്കി മരുന്നെടുത്തു, അങ്ങനെ പോയി. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ പനിനേക്കാളും കുറച്ച് വലുത് വന്നു. പനിനെ തിരിച്ചിട്ടത് നിപ്പ അല്ലേ. പനി നിപ്പ അതിനെ ഉൾട്ടാക്കിനെ. എന്തിനു ഉൾട്ടാക്കിനെ നമുക്കറിയില്ല. ഏതോ ആട്ട് ആ തിരിച്ചിട്ടിട്ട പനി കുറച്ച് ഉഷാറായിട്ട് വന്നിട്ടാകുമ്പോ മേടിച്ചു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. എന്തേ ഇങ്ങനെ അല്ലാഹു ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോസ് തരുന്നു എന്നല്ലാതെ മൊത്തം അല്ലാഹു നശിപ്പിച്ചില്ല. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചിട്ടാ. ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോസ് തരുന്നത് നിനക്കൊരു ഇഷാർത്തിന് വേണ്ടി, നിനക്കൊരു ഉണർവിന് വേണ്ടി, നിനക്കൊരു ബോധം വരാൻ വേണ്ടി. നീ എപ്പോഴും ഓൺലൈൻ ലിങ്കിനെ ലയിച്ച് നിൽക്കണ്ട, ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണ്ട. കുറച്ചൊക്കെ അല്ലാഹുവിലേക്ക് മടങ്ങ്, കുറച്ചൊക്കെ അല്ലാഹുവിലേക്ക് പോ, അവന്റെ ദിക്റിലേക്ക് പോ, അവനെ പേടിച്ചവനാകോ. ഖൽബിന്റെ ഏറ്റവും വലിയൊരു അലങ്കാരം, ഖൽബിന്റെ ഏറ്റവും വലിയൊരു ഭംഗി, ഹൃദയത്തിന്റെ ഏറ്റവും നല്ല ഡെക്കറേഷൻ അത് അല്ലാഹുവിന്റെ ഖൗഫ, അള്ളാഹുവിനോടുള്ള പേടിയാണ്. അതുണ്ടോ അവൻ ഏറ്റവും നല്ല ഭംഗിയുണ്ട്. അള്ളാഹിന്റെ പേടിയുള്ള പെണ്ണാണോ എങ്കിൽ അവക്ക് നല്ല ചന്തമുണ്ട്. അള്ളാഹിന്റെ പേടിയുള്ള മനുഷ്യനാണോ എങ്കിൽ അവന് നല്ല ഡെക്കറേഷൻ ചേലുണ്ട്, നല്ല ചേലുണ്ട്. അള്ളാഹിന്റെ പേടിയാണ് ഏറ്റവും നല്ല ചന്തം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാന്മാർ ഉദ്ധരിക്കുന്നു. അതല്ലെങ്കിൽ മഹാന്മാർ പറയുന്നു, ലികുല്ലി ഷൈഇൻ സീനത്തുൻ വസീനത്തുൽ ഇബാദി ഖൗഫുല്ലാഹ് വസീനത്തുൽ ഇബാദി അൽ ഖൗഫു മിനല്ലാഹ്. എല്ലാത്തിനും ഒരു അലങ്കാരം, ഒരു ഡെക്കറേഷൻ, ഒരു ചന്തം, ഒരു ചേലുണ്ട്. എന്നാൽ ജനങ്ങളുടെ ചന്തം, അടിമകളുടെ ചേല് അല്ലാഹുവിനോടുള്ള പേടിയാണ്. ആ പേടിയുണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ട, ആരും പേടിക്കണ്ട, ഒന്നിനെയും പേടിക്കണ്ട, ഒന്നിനെയും പേടിക്കണ്ട, ഒന്നിനെയും പേടിക്കണ്ട. അള്ളാഹിന്റെ പേടിയുണ്ടെങ്കിൽ പിന്നെ ആരെയും പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട, ഒന്നിനെയും പേടിക്കണ്ട. ഇരിക്കട്ടെ, ചെറിയ ചെറിയ ഡോസായി അല്ലാഹു തആല പലർക്കും മുന്നറിയിപ്പായി പലവിധ ആപത്തുകളും ലോകത്ത് തരുന്നു എന്നല്ലാതെ വലിയ വലിയതെല്ലാം മാറ്റിവെക്കാനുള്ള കാരണം ഒന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം. അങ്ങനെ പല ഘടകങ്ങളുമുണ്ട്. അതിലൊന്ന് ഈ ജനങ്ങളെ തെറ്റ് ചെയ്യുന്നവരായിട്ട് പോലും അള്ളാഹുവിന്റെ കഠിനമായ കഠോരമായ അദാബ് ഏൽക്കാതെ ഇവിടെ അതാ ഇങ്ങനെ കയ്യും വീശി നടക്കാനുള്ള ചില കാരണങ്ങളിൽ മറ്റൊന്ന് ഈ വയസ്സന്മാരാണ്. കാലങ്ങളേറെയായി റബ്ബിന് റുക്കൂ ചെയ്യുന്ന ഈ വയസ്സന്മാർ, അള്ളാഹുവിന് ധാരാളം സുജൂദ് ചെയ്യുന്ന ഈ വയസ്സന്മാർ, ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ഈ നല്ലവരായ വയസ്സന്മാർ, അവർ ഈ ലോകത്തുള്ളത് കൊണ്ട്, ഈ ലോകത്ത് അവർ സാന്നിധ്യമുള്ളത് കൊണ്ട് പടച്ച റബ്ബ് ലോകത്തെ കാത്തു.
ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്ഊ ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്ഊ വസിബിയത്തും മിനൽ യതാമാറുല്ലാഹ്. അതേ വയസ്കരായ വലിയവരായ അതേ സിറ്റിസൺ പ്രജകളായ ഈ വയസ്സന്മാർ, ഏത് വയസ്സന്മാർ റുകൂഉള്ള സുജൂദുള്ള നിസ്കാരമുള്ള നിലപാടുള്ള നല്ല സംസ്കാരമുള്ള ഈ വയസ്സന്മാരില്ലായിരുന്നുവെങ്കിൽ, അവർ നമ്മുടെ നാട്ടിലില്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ ഇടയിലില്ലായിരുന്നുവെങ്കിൽ സുബ്ബാലൈക്കോ മുല്ലാദാബുൽ ഔജഊ, എപ്പോഴേ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിയനെ. അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങാതെ, മുച്ചൂടം അല്ലാഹു നശിപ്പിക്കാതെ, സകലവും നശിപ്പിക്കാതെ അല്ലാഹു ഈ ലോകത്തെ കാത്തത്, നമ്മളെ കാത്തത് പല കാരണങ്ങളിൽ. ചിലതിലൊന്ന് ഈ നല്ലവരായ വയസ്സന്മാരുടെ സാന്നിധ്യമാണ്. അവഹേളിക്കപ്പെടേണ്ടവരല്ല, അവഗണിക്കപ്പെടേണ്ടവരല്ല, ആദരിക്കപ്പെടേണ്ടവരാണവർ. ചെറുപ്പക്കാർ കേൾക്കണേ, ഇനി നമ്മുടെ ബാല്യക്കാരോ, നമ്മുടെ യൂത്ത് വിംഗുകാരോ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ നല്ല പരിപാടിക്ക് വേണ്ടി നാളേറെയായി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടതിൽ 99% ബാല്യക്കാരാണ്. അല്ലേ? അല്ലാഹു തആല അവർക്ക് ഖൈർ നൽകട്ടെ. ആ ബാല്യക്കാർക്ക് അല്ലാഹു ഖൈർ നൽകട്ടെ. എല്ലാ അവർക്ക് പണിയുണ്ട്, ഒരുപാട് പണിയുണ്ട്, ജോലിയുണ്ട്. എല്ലാം മാറ്റിവെച്ചിട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഒരിത്തിരി സമയം, പല രാത്രികളായി മനോഹരമായ വേദിയൊരുക്കി, വേണ്ടതുപോലെ ഗ്രൗണ്ടൊക്കെ മനോഹരമാക്കി, നല്ല സദസ്സൊരുക്കി, ഇതിനു വേണ്ടി ഫ്ലക്സും കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്തു. ഇതിന്റെ പിന്നിൽ അവർ പിന്നണി ആളുകളായി, ഇതിന്റെ എല്ലാമായി, ഇതിന്റെ വിജയ റുവാരികളായി നാളേറെയായി കഷ്ടപ്പെട്ടവരിൽ 99% ശേഖട 99% ബാല്യക്കാരാണ്. പടച്ചതമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. കുറെ ദൂരായി, ഞാൻ ഇങ്ങോട്ട് നിർത്താനാകുമ്പോൾ പറയണം. എൻ്റെ വാച്ച് സമയം കറക്റ്റ് ഉണ്ട്, പിന്നെ പഴയ വാച്ചല്ലേ, എപ്പോൾ എന്താവും ചെല്ലാൻ കാല. അല്ലെങ്കിൽ നമ്മളെ കംപ്ലൈൻറ്റ് എന്തറിഞ്ഞ ഉസ്താദ് മൈക്കിൻ്റെ അവിടെ ഇങ്ങനെ നിന്നിട്ട് ചെല്ലുമ്പോഴാണ് നമുക്കെല്ലാം കേൾക്കുന്നത്, അപ്പുറം പോകുമ്പോൾ എന്തും കേൾക്കുന്നില്ല. കുറേ അടുത്ത് കംപ്ലൈൻ്റ് ഉണ്ട്. ഈ അപ്പുറം ജസ്റ്റ് തിരിയുമ്പോൾ തന്നെ കേൾക്കുന്നില്ല. ഇനി ഞാൻ കഷായം എടുക്കാൻ 3 മിനിറ്റ് അപ്പുറം പോയി എന്താവും, എന്തും കേൾക്കാല്ലേ. അല്ല പിന്നൊന്ന് ഈ അപ്പുറം പോവാണ്ട് ചെല്ലാൻ എനിക്ക് ജീമില്ലേ? ഞാൻ ആടാതിരിക്കോ, ഞാൻ അനങ്ങാതിരിക്കോ, ഞാൻ നീങ്ങാതിരിക്കോ? ഇല്ല. അപ്പം അതിന് വേറെ നിങ്ങൾ എന്തെങ്കിലും സംവിധാനം ആക്കണമെന്നല്ലാണ്ട് എനക്കിങ്ങനെ നിൽക്കണമെങ്കിൽ ഷോക്ക് അടിച്ചിട്ട് വേണം. അല്ലേ ശരി പോലെ പിന്നെ ബടി പോലെ നിൽക്കാമോ? അതാർക്കും കഴിയില്ലല്ലോ. ഏതായാലും അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ ഈ അധ്വാനം ഇത് ഒരിക്കലും തള്ളപ്പെടേണ്ട കാര്യമല്ല. ഈ ഇങ്ങനെല്ലാക്കിയിട്ട് എന്ത് ഗുണ വേണ്ടി നിനക്ക് അയ്യല്ലോ മുന്നേ ചെല്ലാ ഗുണം ഉണ്ടായില്ലേന്ന്. കുറെ ആൾമാർ അങ്ങനെ ഉണ്ട്. എപ്പോൾ എന്ത് ബാല്യക്കാരാക്കിയെങ്കിലും അതിനെ ഒരു എന്താക്കുന്നത്, നെഗ്ലക്റ്റ് ആക്കുന്നത്, എന്താക്കുന്നത് അല്ലേ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അവഹേളിക്കുന്ന, ഒരു ഇൻസൾട്ട് ആക്കുന്ന, ചെറുതാക്കുന്ന. എന്തുമല്ലേ ഇതെന്തോ ഇതെന്ത് ഞങ്ങെന്തല്ലാക്കിയ നിങ്ങെന്തല്ലാക്കുവാറ്, നിനക്ക് ഇത്ര പണിയില്ല ಅಂತല്ലേ. ഓനക്കിപ്പോൾ എന്തെല്ലാം പണിയുണ്ട്? ഓന് ഈ 4G ഉണ്ടായിട്ടേ മതിയാന്നല്ല സ്പീഡ്, പിന്നല്ലേ ഓൻ്റെ പണി ഭയങ്കര. അപ്പൊ ഈൻ്റെ ഇടയിൽ ടൈം പിടിച്ചിട്ട് ഇതെല്ലാം ആക്കിയതേ വലിയൊരു വിഷയമല്ലേ, അഭിനന്ദിക്കേണ്ട വിഷയമല്ലേ, അഭിനന്ദനർഹമല്ലേ? അല്ലേ? എപ്പോഴും സ്തുത്യർഹമായ സേവനമാണ് നമ്മുടെ ചെറുപ്പക്കാർ ചെയ്യുന്നത്. അതിനെന്ത് വേണം? വലിയവരായ വയസ്കരായ നല്ലവരായ മാതാപിതാക്കള് നല്ല ശീലങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണോ?
ചെറുപ്പത്തിലെ മക്കളെ നന്നാക്കണോ? ചെറുപ്പത്തിലെ മക്കളെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായി വരാനുള്ള ആലിമീങ്ങളാക്കാനുള്ള മനസ്സ് വേണോ? മുത്തല്ലിമീങ്ങളാക്കാനുള്ള മനസ്സ് വേണോ? ആരറിയാമോ ഈ മുത്തല്ലിമീങ്ങള്? ആര്? ഞങ്ങൾക്ക് ചിലപ്പോൾ കാണും, ഓ എന്ത് കുരുത്തക്കേട് പോവാ, എന്ത് കുരുത്തക്കേട് പോവാ, ആ മുത്താലി മക്കളെ എന്ത് കുരുത്തക്കേട് പോവാ, അങ്ങനെ ചൊല്ലിട്ട് എത്ര ആൾക്കാർ? ചില ആൾക്കാർ അങ്ങനെ ഏതോ നാട്ടിന്റെ കുട്ടികൾ വന്നിട്ട് ഇവിടെ പഠിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് ലാഭം? ഓർത്തമ്മ മക്ക വന്നിട്ട് കൂടെ പഠിച്ചിട്ട് ഞങ്ങൾക്കെന്ത് ഗുണപ്പാ അതില്? ഞങ്ങൾ ചോറ് കൊടുക്കുറവില്ല, ഞങ്ങൾ ഫാൻ ഇട്ടിട്ട് ഞങ്ങളെ ഉറക്കുറവില്ല, ഞങ്ങളെ പള്ളിയിൽ ജാഗ കൊടുക്കുറു, ഞങ്ങൾക്ക് എന്ത് ലാഭം? അങ്ങനെ കേൾക്കുന്നവനും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം അറിവില്ലായ്മയുടെ ചോദ്യമാണ്. എന്തേ നിങ്ങൾക്ക് 4-5 മക്കളില്ലേ? എന്തോ ഒരു കിടാവിനെ പോലും പഠിക്കാൻ അയക്കാഞ്ഞേ? നീ വലിയ ആളെ മതിരി പിമ്പളക്കുന്നല്ല. അയാളെ പഠിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് ഗുണം? ആ മുത്താലിമിനെ ഓദിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് ഗുണം? ഏതോ കിടാവിനെ കൊണ്ടത് ഞങ്ങൾക്ക് എന്ത് ഗുണം? നിന്റെ കിടാവിനെ കൊണ്ടാ നോക്കാ പഠിപ്പിക്കട്ട്, എന്താ കൊണ്ടൊന്നുമില്ല. ഇല്ലേ നന്റെ മോന്ന് ബട്കള, പിന്നൊന്ന് ബട്ടുവാള. അപ്പൊ നിന്റെ മോ എപ്പോഴും ബട്കളലും ബട്ടുവാളലും, ബാക്കിയുള്ളവന്റെ കിടാവും പഠിക്കാനും കയ്യല. ഈനെന്തർത്ഥമുള്ള? അപ്പൊ നീ ഒന്ന് മരിച്ചെങ്കിലും ഒരു യാസീൻ ഓതട്ടെ. നിന്റെ മക്കൾക്ക് അതിനുള്ള യോഗമില്ല. ഏതെങ്കിലും മക്കളെങ്കില് നിന്റെ കബറും പുറത്ത് വന്നിട്ട് ഒന്ന് ദുആരെന്നാൽ അത് നിനക്ക് മെച്ചല്ലേ? പിന്നെന്തിനെ ആക്ഷേപിക്കണം? ആരാ മുത്താലിമീങ്ങള്? ഭൂമി ലോകത്ത് കണ്ണില് കാണുന്ന മലായികത്തീങ്ങളാണെന്ന്. ഭൂമി ലോകത്ത് മലായികത്തീങ്ങളാണെന്ന്, കണ്ണില് കാണുന്ന മലായികത്തീങ്ങളാണ് മുത്തല്ലിമീങ്ങളെന്ന് ഹബീബുൽ വറ റസൂലുള്ളാഹ്. ഈ ഭൂമി ലോകത്ത് നമ്മുടെ കണ്ണില് നഗ്നനേത്രങ്ങൾക്ക് കാണാവുന്ന മാലാകമാരാണ് ഈ മുത്തല്ലിമീങ്ങള്. ചെറിയവരല്ല. ഈ ലോകം കണ്ട ആലിമീങ്ങളാരാണോ? ഈ ലോകത്ത് കഴിഞ്ഞുപോയ ആലിമീങ്ങളാരാണോ? സഹാബികളിൽ നിന്നാകട്ടെ, പിന്നെ മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ നിന്നാകട്ടെ, പിന്നീട് വന്ന മഹാന്മാരിൽ നിന്നാകട്ടെ, മഹത്തായ സമസ്തയുടെ ആലിമീങ്ങളാകട്ടെ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരാകട്ടെ, കഴിഞ്ഞുപോയ മരിച്ചുപോയവരാകട്ടെ, ഏത് ആലിമീങ്ങളായാലും ഏത് ഇമാമിങ്ങളായാലും അവരെല്ലാം ഒരു കാലത്ത് മുത്തല്ലിമീങ്ങളായിരുന്നു. ലോകത്തിന്റെ കുത്തബ, ഈ ലോകത്തിന്റെ കുത്തബ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അവിടെ നിന്നതാ ഉമ്മ കൊടുത്ത വെള്ളിയുടെ നാണയം. ആ വെള്ളിയുടെ നാണയം തന്റെ ഷർട്ടിന്റെ സൈഡിലതാ കീശയിലിട്ടിട്ട് തുന്നി വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി ചെന്നല്ലോ. മുത്തല്ലിമായി, പഠിതാവായി, വിദ്യാർത്ഥിയായി അങ്ങകലെ നാട്ടിലേക്ക് പഠിക്കാൻ വേണ്ടി ആ കുഞ്ഞുമോനെ പോകുമ്പോഴാണ് കള്ളന്മാര് പിടിച്ചത്. അപ്പോഴാണ് ആ കിടാവിന്റെ കീശയിലുള്ള കാശെല്ലാം എടുത്തോ. എവിടാടോ, എത്രയുണ്ട്, എവിടെയുണ്ട് എന്ന് ചോദിക്കുമ്പോ മുത്തല്ലിമായി പഠിക്കുന്ന, വിദ്യാർത്ഥിയായി പഠിക്കുന്ന ആ കുഞ്ഞിളം പൈതല്, അതേ അന്നത്തെ അബ്ദുൽ ഖാദിർ, ആ കള്ളന്മാരോട് പറഞ്ഞു, ഇതാ ഇവിടെയുണ്ട്, എടുത്തോളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ കള്ളന്മാർക്ക് നീട്ടിക്കൊടുത്തപ്പോ കള്ളന്മാർ അത്ഭുതപ്പെട്ടു പോയി. അല്ല കുഞ്ഞ്, നീ എന്തേ നേറി ചെല്ലിയത്? നീ എന്തേ കളവ് ചെല്ലാമായിരുന്നില്ലേ? നീ നിന്നെ ഉള്ളതുള്ള പോലെ തന്നെ ചെല്ലി ഇതിൻ്റെ ഇടയിലുണ്ടോന്നു. ഞങ്ങൾ അവിടൊക്കെ എന്തു കൈയിടലാ? ഞങ്ങൾ പോയില്ല, കാണുന്നില്ല മാത്രം നോക്കിയിട്ട് മുണ്ടാണ്ടിരിക്കട്ടെ. നീ ഉടനുണ്ട് സൈഡിലുണ്ടോ എന്ന് എനിക്കില്ല, ഉമ്മ വെച്ചിനാടാന്ന് എന്തിനു പറഞ്ഞു അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞെന്താ? ഇല്ല, എനിക്ക് കളവ് പറയാൻ കഴിയില്ല, ഞാനൊരു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, ഞാനിപ്പോഴേ പഠിച്ചു വരുന്നത് കളവ് പറയാൻ പാടില്ല എന്നാണ്. എൻ്റെ ഉമ്മ പാപ്പ എന്നോട് പറഞ്ഞതും അങ്ങനെ തന്നെ, കളവ് പറയരുത് കുഞ്ഞെ, കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളൻ്റെ കയ്യിലെ പൊന്നു കൊടുത്തോവർ. അതുകൊണ്ടാണ് ഞാൻ കളവ് പറയാഞ്ഞേ എന്ന് പറഞ്ഞിട്ട്, സത്യം മാത്രം പറഞ്ഞിട്ട് പിന്നീട് ലോകത്ത് വളർന്നു വന്ന് ഉയർന്നു വന്ന് ലോകത്തിന്റെ കുത്തുബായി മാറിയ മഹാനായ ഗൗസുൽ തങ്ങളും ഒരു മുതഅല്ലിമായിരുന്നു. ആലിമുൽ ആലമെന്ന്
ആലിമുൽ ആലമെന്ന്, ലോക പണ്ഡിതനാണെന്ന്, ലോക പണ്ഡിതരെന്ന് അറബ് ലോകം പറഞ്ഞിട്ടുള്ള ശംസുൽ ഉലമ എന്ന അപരാഭിനാമത്തിൽ ലോകവിശുദ്ധരായ ശൈഖുനാ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഒരു കാലത്ത് പഠിച്ച മുതഅല്ലിമായിരുന്നു. എല്ലാം അതിന്റെ പിന്മുറക്കാരാണിവർ, ചെറിയവരല്ല. അവർ നടന്നു പോകുന്ന വഴി പരിമളം പരത്തുന്ന വഴിയാണെന്ന്, അവർ കടന്നു പോകുന്ന ഖബർസ്ഥാൻ മഗ്ഫിറത്തിന്റെ ഇടമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മുതഅല്ലിമീങ്ങൾ ആദരിക്കപ്പെടണം. ഉസ്താദ് ഞങ്ങൾ പഠിച്ചിട്ട് മൊയിലാറായെങ്കിൽ പിന്നെ നല്ല പണി കിട്ടുക. എന്തേ ഞങ്ങൾക്ക് മൊയിലാറായിട്ട് പണി ഒന്നും കിട്ടിയിട്ടില്ലേ? അല്ല ഉസ്താദ് പഠിച്ചിട്ട് മൊയിലാറായെങ്കിൽ പിന്നെ നല്ല പെണ്ണ് കിട്ടുക. എന്തേ ഞങ്ങൾക്ക് പെണ്ണ് കിട്ടിയിട്ടേ? യമാനി ഉസ്താദിന്റെ പെണ്ണിനെ കണ്ടെങ്കിൽ ഫൈസ് ഉസ്താദിനെ എന്താ അവർക്കൊന്ന് പെണ്ണ് കിട്ടിയിട്ടേ? അല്ല ഉസ്താദ് നല്ല ശമ്പളം ഇക്കുക. നല്ല ശമ്പളം മാത്രമല്ല, നല്ല ഭക്ഷണവും അല്ലാഹു തആല നൽകി. എന്തിനു കുറവുള്ള ഏത് മൗലിയാരാണ്, ഏത് ആലിമാണ്? ഇപ്പൊ പോലെ വലിയ ഡിമാൻഡ് ചില പെണ്ണിടാക്കൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ. ഞാൻ അറിയില്ല, എനിക്കങ്ങനെ അനുഭവമില്ല. പറഞ്ഞു കേട്ടു എന്തെന്ന്, ചില പെണ്ണുകിടാക്കൊക്കെ ഇപ്പൊ വലിയ ഡിമാൻഡ്. എന്ത് പുതിയാപ്പിളാവും, മൊയിലാറ് വേണ്ട. മൊയിലാമാർക്ക് ബേജാറാണ്. എന്താ പേടിക്കണ്ട, കൂടുതലും പിന്നൊന്നുണ്ടോ വിടറോ? മൊയിലാറ് വേണ്ട. സത്യം പറഞ്ഞാൽ ശരിക്കുള്ള സ്നേഹവും പിരിശപ്പാടും നിങ്ങളിൽ നിന്നില്ല എന്നല്ല, അത് മട്ടം പോലെ കിട്ടണമെങ്കിൽ കെട്ടി നോക്കണം, അപ്പം മനസ്സിലാവും. ഈ പറയപ്പെട്ട മഹാന്മാരെ ആലിമീങ്ങൾക്കെല്ലാം ഭാര്യമാരുണ്ടായിരുന്നു. പറഞ്ഞതിനറിയോ, അങ്ങ് പെണ്ണ് കെട്ടണമെങ്കിൽ പെണ്ണ് പുതിയാപ്പളം നോക്കുന്നെങ്കിൽ മൊയിലാറ് വേണ്ട എന്ന് ഏതൊരു പെണ്ണ് ചെല്ലിയാല. മൊയിലാറ് വേണ്ട, അത് ഏടെ ചെല്ലി നിനക്കറിയില്ല. അങ്ങനെ ആരോ ഇങ്ങനെ വിഷയം ആക്കുമ്പോൾ ചെല്ലിങ്ങനെ പെണ്ണ് ചെല്ലി മൊയിലാറ് വേണ്ട, വേറെ ഏതു ആവും. എന്തോട്ടെ മൊയിലാറ് കെട്ടിക്ക് എന്താ അതിൻ്റെ ശരിക്ക് സ്നേഹം അവരൊന്നും ലഭിക്കും, വേണ്ടതുപോലെ ലഭിക്കും. അവരൊന്നും പഞ്ചന്മാരല്ലല്ലോ. നിങ്ങൾ കണ്ടില്ലേ ഏതെങ്കിലും റോഡ് സൈഡിൽ, ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തുകയല്ല, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മാപ്പിള കള്ളു കുടിച്ചിട്ട് റോഡ് സൈഡിൽ വീണ് അവിടെ നിന്ന് തെണ്ടി ജീവിക്കുന്നുവെങ്കിൽ അതൊരു മൗലാരായ മാപ്പിളയല്ല, സാധാരണക്കാരനായ മൗലാരല്ലാത്ത മാപ്പിളയാണ്. മൗലാർ അങ്ങനെ കുടിച്ച് വീഴേണ്ട ഒരു ഗതികേട് ഇല്ല, വന്നിട്ടില്ല. ആലിമായ മാപ്പിളക്ക് ആ ഗതികേട് വന്നിട്ടില്ല. പിന്നെന്താ ആലിമായിട്ട് മാപ്പിള വേണ്ടെന്ന് പറയണം? എന്താ മനസ്സിലായില്ല? അല്ല നല്ല ഡ്രസ്സും വീടല്ല. എന്താ നീ ഇപ്പൊ നക്കം നടന്നുള്ളേ? അല്ല മനസ്സിലാവുന്നില്ല, ചോദ്യം മനസ്സിലാവാത്തോണ്ടാ. സ്നേഹമറിയണോ, പിരിശപ്പാട് വേണോ? അവിടെ മൗലാരനായ നല്ലതായി, മൗലാരനായിട്ട് വേണമെന്നൊന്നും പറയണില്ല. നല്ല മാപ്പിളയെ കിട്ടണേ എന്നത് ആരൊക്കെ അതിനു വേണ്ടി ചോദിക്ക്, അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചോ, അതിനു വേണ്ടി പ്രാർത്ഥിച്ചോ. അത് ആലിമാവട്ടെ അല്ലാത്തവരാവട്ടെ. ആലിമായ നന്നായി, ಸಕ್ಕರ ಕಬ್ಬಿಣ ತೋಟದಲ್ಲಿ ಸಕ್ಕರೆ ಬೆಳೆದಂತೆ. ಅಂಡರ್ಸ್ಟ್ಯಾಂಡ್? മനസ്സിലായില്ല? ആലിമായ നന്നായി, ഡബിൾ ഗുണമായി, ഡബിൾ സ്നേഹമായി, ഡബിൾ മധുരമായി, ഡബിൾ സംസ്കാരമായി. ಕಬ್ಬಿಣ ತೋಟದಲ್ಲಿ ಸಕ್ಕರೆ ಬೆಳೆದಂತೆ. അവിടെ മുന്നന്ന മധുര ഉണ്ടോ, അതിന്റെ ഇടയിൽ പഞ്ചാരയും കൂടി വെളിഞ്ഞങ്ങ് വിനിച്ചലാണ്. ഡബിളായില്ലേ?